അപ്പോൾ ഞാൻ ദുബായ് ഫെസ്റ്റിവൽ സിറ്റിയിലാണ്. അപ്പോൾ ഇവിടെ വാട്ടർ ഷോ കാണാനാണ്. വാട്ടർ ഷോ എന്നല്ല, എല്ലാ സാധനങ്ങളൊക്കെ കാണാൻ വന്നു. നമ്മളിപ്പോൾ ക്രീക്കിലാണ് പോകുന്നത്. അപ്പം അതിന് നമ്മൾ ബോട്ട് കയറാൻ വന്നതാണ്. എൻ്റെ സിസ്റ്ററിനെ ബോട്ട് കൊണ്ടുപോകാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അവളെ എക്സൈറ്റ്മെൻ്റ് ഒന്ന് നോക്കാം. പാട്ട് നമ്മ വെച്ചതല്ല കേട്ടോ, ഇവിടുന്ന് തന്നെ കേൾക്കുന്നതാണേ. ആ കാണുന്നതാണ് ബോട്ട്. അപ്പൊ നമ്മൾ ആ പോകുന്നത് വെച്ചിട്ടുണ്ട്, കാണുന്നതാണ് ബോട്ട്. അപ്പൊ ആർത്തിക്കാണ് നമ്മ പോകുന്നത്. വരൂലേ ഇവിടെ വാട്ടർ ഷോ ഉണ്ടാവും. അപ്പൊ നൈറ്റ് നമ്മൾ തിരിച്ചു വരും. നമ്മള് ഒരു എൻ്റെ അങ്കിളുണ്ട്, എൻ്റെ നല്ല ചീച്ചൊക്കെ ഉണ്ട്. തൊട്ടപ്പുറത്ത് ഒരു റൂമുണ്ട്. ആ അങ്കിളിന്റെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് അപ്പൊ ഗൈസ്, അപ്പൊ നമ്മൾ ബോട്ട് പോവാനാണ്. അപ്പം നമ്മള് എനിക്ക് 6 ഇയേഴ്സ് ആയോണ്ട് തന്നെ 6 ദിർഹമും ആണ്. അപ്പം ഇവിടെ വെള്ളം, പിന്നെ ബോട്ട്സ്, അതാ കുറേ ബോട്ട്സ് ഉണ്ട് കേട്ടോ. അപ്പം ഫെസ്റ്റിവൽ സിറ്റി എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഷോപ്പാണ്. അപ്പോൾ നമ്മൾ ഫെസ്റ്റിവൽ സിറ്റിയിൽ നിന്ന് ബോട്ട് എടുത്തിട്ടാണ് ക്രീക്ക് ഹാർബറിലേക്ക് പോകുന്നത്. അപ്പോൾ ബോട്ടിന് പെർ ഹെഡ് 2 ദിർഹമാണ്. ഈ കാണുന്നതൊക്കെ ആർട്ടിയൻ്റെ ബോട്ട്സാണ്. ഇത് ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ ആണ് ഈ ഒരു ഫെസിലിറ്റി നമുക്ക് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം അവിടെ ഫെസ്റ്റിവൽ സിറ്റീൻ്റെ ആ വാട്ടർ ഷോൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഇതുപോലൊരു ബോട്ടിംഗ് ഏരിയ ഉണ്ടാവും. അപ്പോൾ അവിടെ പോയിട്ട് ആദ്യം നമ്മൾ ടിക്കറ്റ് എടുക്കണം. ക്യാഷോ കാർഡോ എന്ത് വേണമെങ്കിലും നമുക്ക് അവിടെ സബ്മിറ്റ് ചെയ്യാം. പെർ ഹെഡ് 2 ദിർഹമാണ്. 5 ഇയേഴ്സ് എബോവും ടിക്കറ്റ് ഉണ്ട്. അപ്പോൾ നല്ല അടിപൊളി സെറ്റപ്പ് ബോട്ടിലൊക്കെയാണ് നമ്മൾ പോകുന്നത്. 2 ദിർഹം എന്നുള്ളത് ഭയങ്കര വേർത്തായിട്ടാണ് തോന്നുക. ഇതാണ് നമ്മൾ കാണുന്ന ബോട്ട് എന്ന് പറയുന്നത്. സോ ഇവിടെ നിന്ന് ഒരു 10-15 മിനിറ്റ് നമുക്ക് ക്രീക്കിലേക്ക് പോകാനുണ്ട്. ഇത് ഫുള്ള് കടലാണ്, കടലിൻ്റെ നടുവിലൂടെയാണ് പോകുന്നത്. ഈ ബോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈവനിങ് 4 മണി മുതലാണ്. ഇതല്ലാതെ നിങ്ങൾക്ക് ജദ്ദാഫ് മെട്രോ സ്റ്റേഷനിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ക്രീക്ക് ഹാർബറിലേക്ക് ബോട്ടുണ്ട്. അത് ആർട്ടിയൻ്റെ ഫെറി ബോട്ടാണുള്ളത്. ഇത് നോർമലി ആർട്ടിയൻ്റെ ഒരു ബോട്ടാണ്. നമ്മളൊരു ഓൾമോസ്റ്റ് 4:30 ഒക്കെ ആയപ്പോഴാണ് നമ്മളവിടെ എത്തിയിട്ടുണ്ടായത്. ഇപ്പം അത്യാവശ്യം നല്ല ചൂടുണ്ട്. പക്ഷേ ആ ഒരു സൺസെറ്റാണ് അവിടെ പോയാൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം സൺസെറ്റ് കിട്ടുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ക്രീക്ക് ഹാർബർ എത്താൻ നോക്കാം. അപ്പോൾ പോകുന്ന വഴിയിൽ ഇതുപോലെ തന്നെ ബോട്ടെന്നായാലും നല്ല അടിപൊളി ബുർജ് ഖലീഫയും വിത്ത് സൺസെറ്റ് വ്യൂവും കാര്യങ്ങളൊക്കെ, നമുക്ക് സണ്ണിൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കിട്ടും. അവിടെ പോയി നമ്മൾ ബോട്ട് ഇറങ്ങിയ ഉടനെ നേരെ എത്തുന്നത് തന്നെ ക്രീക്ക് ഹാർബറിലോട്ടാണ്. പിന്നെ അവിടെ മുന്നേ ആണെങ്കിൽ അത്യാവശ്യം കുറച്ചും കൂടി ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ എന്തൊക്കെയോ പണി നടക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയ ഏരിയ മാത്രമേ നമുക്ക് ആക്സസ് ഉള്ളൂ. മറ്റേ ഏരിയയിലേക്ക് നമുക്ക് കംപ്ലീറ്റ്ലി ആക്സസ് ഇല്ല, അവിടെ ക്ലോസ്ഡ് ആണ്. അപ്പം അത് അണ്ടർ മെയിൻ്റനൻസിലുണ്ട് അത്ര. പിന്നെ ഇവിടെ ഇല്ലതെന്ന് വെച്ചാൽ പിള്ളേർക്കായാലും നല്ല കളിക്കാനും ആക്കാനും ഒക്കെ സൗകര്യമുണ്ട്. അപ്പോൾ പിന്നെ അതുപോലെ അവിടെ അത്യാവശ്യം ഫുഡും കാര്യങ്ങളെല്ലാം കിട്ടുന്ന ചെറിയ ചെറിയ KFC, പിസ്സ ഹട്ട് അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഉണ്ട്. ഇമാർ പ്രോപ്പർട്ടീൻ്റെ അണ്ടറിൽ വരുന്നതാണിത്. അവിടെ ഇല്ല വ്യൂ തന്നെയാണ് മെയിൻ ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ടത്. ആൾക്കാർ ഇഷ്ടംമാതിരി വരുന്നുണ്ട്. ആ ഒരു വ്യൂവും ഫോട്ടോസൊക്കെയാണ് അവിടെ മെയിൻ അട്രാക്ഷനായിട്ട് തോന്നുന്നത്. അപ്പം നമ്മൾ തിന്നാൻ പോവാണ്. നമ്മൾ ഹില്ലിന്ന് ചായ കുടിക്കാൻ സമയം ഉണ്ടായിട്ട, അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ചായ കുടിക്കാൻ വന്നതാണ് കേട്ടോ. അപ്പം നമ്മൾക്ക് കുറേ ഐറ്റംസ് ഉണ്ട്, പിന്നെ 2 മാംഗോ ജ്യൂസും. അപ്പം ഇതെന്തെല്ലാന്ന് കാണിച്ചു തരാം. ഇത് മുട്ട ബോണ്ട, ഇത് ബോണ്ട. ഈ ഒരു സൺസെറ്റ് ആണ് നമുക്ക് വലിയൊരു വ്യൂ. അപ്പം നമ്മൾ ക്രീക്കിലാണല്ലോ, രാത്രിയാകുമ്പോൾ ലൈറ്റ്സ് പിന്നെ ഷോക്ക് ഉണ്ടാവും. ക്രീക്കിൽ ഷോക്ക് ഉണ്ടാവും. വാട്ടർ ഷോ കാണണമെങ്കിൽ ക്രീക്കിൽ
രാത്രി 8 മണിക്ക് ഉണ്ടാകുന്നതാണ് വാട്ടർ ഷോ. നൈറ്റ് ആകുമ്പം കുറച്ചും കൂടി രസമാണ് കാണാൻ വേണ്ടിയിട്ട്. കാരണം ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കാണാനുണ്ടാകുക. പിന്നെ രണ്ട് വ്യൂ ആണ്. ഫോട്ടോ ഫോക്കസ് ആയിട്ട് നിങ്ങൾ പോകുന്നതാണെങ്കിൽ വൈകുന്നേരം പോയിക്കോ. അതല്ല ഒരു വെറുതെ ഒരു ചുമ്മാ ഒരു വാക്കിനൊക്കെ പോയി എൻജോയ് ചെയ്യാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നൈറ്റ് എത്തിയാലും കുഴപ്പമില്ല. നല്ല സൂപ്പർ വ്യൂ ആണ്, ഒരു രക്ഷയില്ല. ഞാനിവിടെ കുറേ പ്രാവശ്യം പോയിട്ടുണ്ട്. കാരണം എൻ്റെ ഒരു വൺ ഓഫ് ഫേവറേറ്റ് സ്പോട്ട് തന്നെ പറയാം. പോകണം തോന്നുമ്പോഴാലും കൂടുതലായിട്ട് പോകുന്നൊരു സ്ഥലമാണ്. പിന്നെയെന്ന് വിചാരിച്ചാൽ ഇവിടെ നമുക്ക് ഡ്രൈവ് ത്രൂവും പോവാം. ക്രീക്ക് ഹാർബർ ലൊക്കേഷൻ ഇട്ടാൽ മതി, വണ്ടിയിൽ അങ്ങനെ പോവാം. ഇതിപ്രാവശ്യം ഞാൻ ചെറിയ മോള് അങ്ങനെ ബോട്ടിലൊന്നും കയറിയിട്ട് വല്ലാണ്ട് അങ്ങ് എക്സ്പീരിയൻസ് ഇല്ല. അപ്പോൾ മോളൊന്ന് എൻ്റർടൈൻ ചെയ്യിപ്പിക്കാമെന്നുള്ള രീതിയിൽ അങ്ങനെ പോയതാണ്. അപ്പോൾ ഏതായാലും നമുക്ക് നല്ല അടിപൊളി എക്സ്പീരിയൻസ് അതിനുണ്ടായത്. അപ്പോൾ നമ്മൾ തിരിച്ച് അവിടെ നിന്ന് ഒരുപാട് അങ്ങ് ലേറ്റ് ആയിട്ടില്ല ഇറങ്ങാൻ വേണ്ടിയിട്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് തിരിച്ച് വന്നിട്ട് ഫെസ്റ്റിവൽ സിറ്റിയിൽ ഒരു ലൈറ്റ് ഷോ ഉണ്ട്, വാട്ടർ ഷോ. അപ്പോൾ അതും കൂടി ഒന്ന് കിട്ടണം എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഏകദേശം ഒരു 7:15 ആ ഒരു ടൈമിൽ തന്നെ ബോട്ടിന് ക്യൂ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു നമ്മൾ ഫെസ്റ്റിവൽ സിറ്റി എത്തിയ സമയത്ത് ഒരു 7:50 അങ്ങനെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ആ ലൈറ്റ് ആ ഷോ തുടങ്ങാനായിട്ടുണ്ടായിരുന്നു. പിന്നെ അതും കൂടി ഒന്ന് കണ്ടിട്ട് തന്നെ പോവാമെന്നുള്ളതിൽ നമ്മളവിടെ വെയിറ്റ് ചെയ്ത് വാട്ടർ ഷോ കാണാൻ വന്ന് നമ്മൾ ഫെസ്റ്റിവൽ സിറ്റിയിൽ വാട്ടർ ഷോ കാണാൻ വന്ന്. ഇത്രേ ഇല്ലും വീഡിയോ. അപ്പോൾ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ് ആൻഡ് ഷെയർ. ബൈ.